Hello friends, a gracious welcome to this new concept of Techflora. I am Bindu Joseph from Kozhikode. ഇന്നത്തെ നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് CO3 അഥവാ CO3 ഫോഡർ ഗ്രാസ് കൾട്ടിവേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് CO3 ഫോഡർ ഗ്രാസ് അഥവാ തീറ്റപ്പുൽ കൃഷി എന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ചിന്തിക്കേണ്ടതിരിക്കുന്നത് എന്തിനാണ് ഒരു തീറ്റപ്പുൽ കൃഷി, അതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ്. അതായത് പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മൾ ജീവിച്ചിരുന്നത് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു. ഒരുപാട് മേച്ചിൽ പ്രദേശങ്ങൾ അല്ലെങ്കിൽ തോട്ടങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതസ്ഥിതി, നമ്മുടെ ജീവിത വ്യവസ്ഥ പാടെ മാറിയിരിക്കുകയാണ്. നമുക്ക് ഒരു കന്നുകാലിയെ വളർത്തണമെങ്കിൽ ഇഷ്ടംപോലെ മേച്ചിൽപ്പുറങ്ങളില്ല. ഇന്നത്തെ മേച്ചിൽപ്പുറങ്ങളുടെ അഭാവം നിമിത്തം നമുക്ക് തീറ്റപ്പുൽ കൃഷിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, എന്തിനാണ് ഈ തീറ്റപ്പുൽ കൃഷി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫോഡർ ഗ്രാസിൻ്റെ കൾട്ടിവേഷൻ്റെ പ്രാധാന്യം എന്താണ്, എന്തുകൊണ്ട് നമുക്ക് വൈക്കോലോ അല്ലെങ്കിൽ ബിയർ വേസ്റ്റോ ഒക്കെ കൊടുത്തു കന്നുകാലിയെ വളർത്തിക്കൂടാ. അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയേണ്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ വൈക്കോല് അല്ലെങ്കിൽ നമ്മുടെ ബിയർ വേസ്റ്റിൽ ഇല്ലാത്ത ഒരുപാട് ന്യൂട്രിയൻസ് പച്ചപ്പുല്ലിലുണ്ട്. ഒന്നാമതായിട്ട് അതിൻ്റെ ദഹന വ്യവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് പച്ചപ്പുല്ലാണ്. നല്ല പാല് തരുന്ന പശുക്കൾക്ക് ഏറ്റവും നല്ലത് പച്ചപ്പുല്ല് തന്നെയാണ്. അതിന് പാലുണ്ടാവണമെങ്കിൽ പച്ചപ്പുല്ല് അത് അത്യന്താപേക്ഷിതമാണ്. മാത്രമല്ല അതിൻ്റെ കട്ട്ചൂയിങ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അത് അയവിറക്കണം. ഏതൊരു കന്നുകാലിയും അതിൻ്റെ ഭക്ഷണത്തിന് ശേഷം അയവിറക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇത് അയവിറക്കണമെങ്കിൽ ഇതിന് സലൈവ വേണം, അല്ലെങ്കിൽ അതിന് തുപ്പൽ അത്യാവശ്യമാണ്. ഈ തുപ്പൽ അല്ലെങ്കിൽ സലൈവ പ്രൊവൈഡ് ചെയ്യുന്നത് പച്ചപ്പുല്ലാണ്. പിന്നെ മൂന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അതിൻ്റെ പ്രത്യുൽപാദന ശേഷിയാണ്. പ്രത്യുൽപാദന ശേഷി ഉണ്ടാകണമെങ്കിൽ അതിന് പച്ചപ്പുല്ല് അത്യന്താപേക്ഷിതമാണ്. പിന്നെ അതിൻ്റെ ഗർഭപാത്രത്തിൻ്റെ വളർച്ചയ്ക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. പിന്നെ രോഗപ്രതിരോധ ശേഷി, കുളമ്പിന് നീര് പോലുള്ള ഒരുപാട് രോഗങ്ങൾ മൃഗങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ രോഗപ്രതിരോധ ശേഷിയും ഈ പച്ചപ്പുൽ തീറ്റയിലൂടെ മൃഗങ്ങൾക്ക് ലഭ്യമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ CO3 അഥവാ CO3 എന്ന് പറയുന്ന ഫോഡർ ഗ്രാസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, എന്താണ് ഈ CO3 എന്ന് പറയുന്നത് കോയമ്പത്തൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഹൈ ഈൽഡിങ് ഫോഡർ ഗ്രാസ് ആണ്. ഇനി എങ്ങനെയാണ് അതിൻ്റെ കൾട്ടിവേഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ CO3 കൾട്ടിവേഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏരി വലിക്കുകയാണ്. അതായത് ഒരു മീറ്റർ അകലത്തിൽ വ്യത്യസ്ത ഏരി വലിച്ച് മണ്ണ് കൂമ്പാരം പോലെ കൂട്ടി വെക്കുന്നതാണ് ഈ ഏരി. ഇതുപോലെ നമ്മൾ ഏരി വലിക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. 1 മീറ്ററെങ്കിലും അകലം ഉണ്ടായിരിക്കണം. നമുക്ക് ഇതിൻ്റെ 3 മാസം വളർച്ചയെത്തിയ പ്ലാന്റിൻ്റെ സ്റ്റെംസ് വേണമെങ്കിൽ നമുക്ക് മുറിച്ചിട്ട് ഒരു 3 മുട്ട് വെച്ച് മുറിച്ചെടുത്തിട്ട് നമുക്കിത് വേണമെങ്കിൽ പ്ലാന്റ് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് ഇത് വേരോടെ പിഴുതെടുത്തിട്ട് അത് പീസസ് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഏരി വലിച്ച് ഇതുപോലെ പ്ലാന്റ് ചെയ്യാൻ കഴിയും. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞങ്ങൾ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് പുഴയോരത്താണ്. പുഴയോരെന്ന് വെച്ചാൽ ഞങ്ങളുടെ തോട്ടത്തിന് സമീപം നല്ല കുറ്റിയാടി പുഴയാണ് ഒഴുകുന്നത്. ഈ പുഴയോരത്താണ്, ഒന്നിനും ഇല്ലാതെ ഒരാവശ്യവുമില്ലാതെ മിച്ചമായി കിടക്കുന്ന ഈ പ്രദേശത്താണ് ഞങ്ങളിത് കൃഷി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, സീ ബഡ്സ് അല്ലെങ്കിൽ റിവർ ബഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം. എപ്പോഴും വെള്ളം ഉണ്ടാവുമെന്ന് മാത്രമല്ല, അവിടുത്തെ സോയിൽ വളരെ ഫെർട്ടൈലായിരിക്കും. നമുക്ക് അഡീഷണൽ വളമൊന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ വളർച്ച പെട്ടെന്ന് നല്ല ഫാസ്റ്റ് ഗ്രോത്ത് ഇതുണ്ടാകും. അതാണ് ഇത്തരം പ്രദേശങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ലാഭം. ഇത് നമുക്ക് ഇത്തരം സ്ഥലം എല്ലാവർക്കും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയാണോ സ്ഥലം ഉള്ളത് അവിടെ നമുക്കത് കൃഷി ചെയ്യാം. ഇടവിളയായിട്ട് കൃഷി ചെയ്യാം. തെങ്ങ്, കവുങ്ങ് എന്ന തെങ്ങിനും കവുങ്ങിനും ഒക്കെ ഇടയിൽ നമുക്ക് ഇടവിളയായിട്ട് ഈ ഫോഡർ ഗ്രാസ് കൃഷി ചെയ്യാൻ കഴിയും. ഇതൊന്നുമില്ല എങ്കിൽ നമുക്ക് ടെറസിൽ ഗ്രോ ബാഗിലോ ചാക്കിലോ ആക്കിയിട്ട് ഇത് കൃഷി ചെയ്യാൻ കഴിയും. അതെല്ലാമാണ് ഇതിൻ്റെ മേന്മ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം വരാം, ഞാനൊരു പശുവിനെ വളർത്തണമെങ്കിൽ ഞാൻ എത്ര സെൻറ്റ് സ്ഥലം ഈ ഫോഡർ ഗ്രാസ് കൾട്ടിവേറ്റ് ചെയ്യണമെന്ന് സംശയം സ്വാഭാവികമായിട്ട് നമുക്ക് വരാം. അപ്പോൾ അതായത് 1 സെൻറ്റ് സ്ഥലത്ത് നമുക്ക് ഏകദേശം ഒരു 100 പ്ലാന്റ് കൃഷി ചെയ്യാനായിട്ട് കഴിയും. ഒരു പശുവിന് ഒരു ദിവസം 20 കിലോ വരെയാണ് നമുക്ക് അതിനാവശ്യമായ ഫോഡർ. അപ്പോൾ നമുക്കിതാ ഒരു ചുവട് നോക്കാം. ഇതാണ് ഒരു ചുവട്. ഈ ഒരു ചുവടിൽ നിന്ന് നമുക്ക് 4 കിലോ പുല്ല് ലഭിക്കും. അപ്പോൾ നമുക്ക് ഒരു 5 ചുവട് ഇതുപോലെ 1, 2, 3, 4, 5 ചുവടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്ക് ഒരു പശുവിന് കൊടുക്കാനുള്ള പുല്ല് ലഭിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം കൃത്യം ഒരു 30 ദിവസം കഴിയുമ്പോഴേക്കും
വീണ്ടും നമുക്കത് മുറിച്ചെടുക്കാനായിട്ട് കഴിയും. അതാണ് ഇതിൻ്റെ ബെനഫിറ്റ് എന്ന് പറയുന്നത്. ഒരു തവണ മുറിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും അതിന് ചാണകം വെള്ളം ഒഴിച്ച് കൊടുക്കുക, വെള്ളവും കറക്റ്റായിട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമുക്കിവിടെ റിവർ ബേസിൻ ആയതുകൊണ്ട് നമുക്ക് അധികം വെള്ളം കൊടുക്കേണ്ടതില്ല. പക്ഷേ വെള്ളം അവൈലബിൾ അല്ലാത്ത റീജിയനാണെങ്കിൽ ചെറുപ്രായത്തിലാണ് നമുക്ക് സ്പ്രിംഗ്ലർ കൊടുക്കാം. ഇതുപോലെ പൂർണ്ണ വളർച്ചയെത്തിയ പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ മുകളിലൂടെ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സാധ്യമല്ല എന്നല്ല, അതിൻ്റെ അന്നേരം ഇലയുടെ മുകളിലേക്ക് വീണിട്ട് ഇലയെല്ലാം ചാഞ്ഞ് വീഴാനായിട്ട് സാധ്യതയുണ്ട്. അതിന് നല്ലത് നമുക്ക് ചുവട് നനയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഒന്നുകിൽ പൈപ്പ് ഇങ്ങനെ ഈ ബഡ്സിലൂടെ ഈ മൺതടങ്ങൾക്കിടയിലൂടെ വെള്ളം ഒഴുക്കി നമുക്ക് നനയ്ക്കാൻ കഴിയും. അതല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ആണെങ്കിൽ അങ്ങനെ ആയാലും ചെയ്തു കഴിഞ്ഞാൽ ചെടിക്ക് പെട്ടെന്ന് വളർച്ച ലഭിക്കും. ഇപ്പോൾ ഈ പ്രദേശത്ത് പ്രത്യേകത വെച്ചാൽ നല്ല സൺലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വെള്ളവും നല്ലപോലെ ലഭിക്കുന്നുണ്ട്. നല്ല ഫെർട്ടൈൽ സോയിലാണ്, അതുകൊണ്ടാണ് ഈ ഗ്രാസ് ഇത്ര ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്. ഒരു ചെടി നട്ടതിന് ശേഷം കൃത്യം 60 ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ആദ്യത്തെ വിളവെടുപ്പ് ആദ്യം നമുക്കത് ഹാർവെസ്റ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ഓരോ മാസം 30 ദിവസം കൂടുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും അതിൽ നിന്ന് മുറിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്തതിന് ശേഷം കൃത്യം 60 ദിവസത്തിൽ മുറിച്ചു. ഇത് വീണ്ടും ഇതാണ്ട് 10 ദിവസമായിട്ടുള്ള നമ്മൾ മുറിച്ച പ്ലാന്റ് ഈ സൈസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതുണ്ടോ സീബഡിലെ മണ്ണിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഇതാ വളരെ നല്ല ഫെർട്ടൈൽ സോയിലായിരിക്കും, മണലിൻ്റെ അംശം ഏറ്റവും കൂടുതലുണ്ടായിരിക്കും. ഇതാണ് സീബഡിൻ്റെ അല്ലെങ്കിൽ റിവർ ബേസിനിലുള്ള കൃഷിയുടെ ഇമ്പോർട്ടൻസ്. ഇതാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത്തരം മിച്ച ഭൂമികൾ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ചെടിയാണ്. ഈ കഴിഞ്ഞ വർഷത്തെ ചെടിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇത് കറക്റ്റ് 1 മാസമായിട്ടുള്ളൂ. ഒരു മാസത്തെ വളർച്ചയാണിത്. ഈ ഒരു ചുവട് എന്ന് പറയുന്നത് ഇതാണ് ഒരു ചുവട്. ഈ ഒരു ചുവട് 5 കിലോയോളം വരും. ഇത്തരം 5 ചുവടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്ക് ഒരു പശുവിന് വേണ്ടുന്നതാവും. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ വിളിക്കുന്നുണ്ട്, ഒരു 50 വയസ്സായ ഞങ്ങളെപ്പോലുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ കൃഷി എന്തെന്ന് ചോദിച്ചിട്ട് ഒരു വല്യമ്മ വിളിച്ചിരുന്നു. അപ്പോൾ അവർക്കൊക്കെ എനിക്ക് പറയാനുള്ളത്, വീട്ടിൽ ഒന്നും വേണ്ട, നമ്മുടെ വീട്ടാവശ്യത്തിന് ഒരു വെച്ചൂർ പശുവിനെ വളർത്തിയിട്ട് ഒരു ഗ്രോ ബാഗിൽ, നിങ്ങൾക്ക് ടെറസ് ഉണ്ടെങ്കിൽ ടെറസിൽ കൃഷി ചെയ്യാം. ഇത്തരം ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചാക്കിനകത്തൊക്കെ ഇത്തരം ഫോഡർ ഗ്രാസ് വെച്ചിട്ട് നമുക്ക് ഒരു വെച്ചൂർ പശുവിനെ പോലുള്ള ഒരു പശുവിനൊക്കെ സുഖമായിട്ട് വീട്ടിൽ വളർത്താൻ കഴിയും. അതിന് ഏക്കർ കണക്കിന് തോട്ടമോ അല്ലെങ്കിൽ ഇത്തരം മേച്ചിൽപ്പുറങ്ങളോ ഒന്നും തേടി അലയേണ്ട ഒരു ആവശ്യമില്ല. എത്ര പ്രായ അയാൾക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്, അവരുടെ ഒരു ഫിസിക്കൽ എക്സസൈസ് കൂടിയാണ് ഇത്തരം ഒരു ആക്ടിവിറ്റി. നമുക്ക് കിലോയ്ക്ക് നല്ല വിലയുണ്ട്. ഇത്തരം ഫോട്ടോഗ്രാഫ് നമ്മൾ സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മുടെ മൃഗങ്ങൾക്ക് കൊടുത്തതിന് ശേഷം വീണ്ടും മിച്ചമുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അത് പുറത്ത് എത്ര ഇതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ടെങ്കിലും പുറത്ത് നമുക്ക് വിൽക്കാനായിട്ട് കഴിയും. അപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ഇത്ര 50 വയസ്സിന് മുകളിലേക്കുള്ള അമ്മമാർ, ഞാനത് അവർക്ക് വേണ്ടിയിട്ടാണത് പറയുന്നത്. ഇപ്പോൾ ഒരു വീട്ടമ്മ എന്നെ വിളിച്ചത് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി പറയുന്നത്. അപ്പോൾ ഇത്തരം വീട്ടമ്മമാർക്കൊക്കെ സുഖമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമാണ് ഈ ഫോഡോഗ്രാസ് അഥവാ CO3 അല്ലെങ്കിൽ CO4 പോലുള്ള ഫോഡോഗ്രാസ്. ഇത് നമുക്ക് കൃഷി ചെയ്തിട്ട് സർപ്ലസ് ആയിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ട് പുറത്ത് വിൽക്കാൻ കഴിയും. വീട്ടാവശ്യം നമ്മുടെ മൃഗങ്ങൾക്കും കൊടുക്കാനായിട്ട് കഴിയും. ഇതിൻ്റെ സ്റ്റെംസ് നമുക്ക് ക്ഷീരവികസന വകുപ്പിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സ്റ്റെംസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ CO3 ഫോട്ടോഗ്രാസ് കൾട്ടിവേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. നമ്മൾ വീണ്ടും പുതിയ കോൺസെപ്റ്റുമായി വീണ്ടും മീറ്റ് ചെയ്യുന്നത് വരെ ബൈ, ടേക്ക് കെയർ.